ഹായ് ഹലോ. അപ്പോൾ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ സ്നേഹക്കൂട്ടിൽ വളരെ നിർണായക ദിവസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സേതുവിൻ്റെ ആ ഒരു സ്നേഹമോ കരുതലോ ഒന്നും സ്വാതിക്കോ ഋതുവിനോ തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും സേതുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും സേതുവിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടും മാത്രമേ അവർ രണ്ടുപേരും ശ്രമിക്കാറുള്ളൂ. എന്നാൽ ഇനി ഉള്ള എപ്പിസോഡുകളെന്ന് പറയുമ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകൾ ഉറപ്പായിട്ടും സേതുവിൻ്റെ നന്മയും സ്നേഹവും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്ന സേതുവും സ്വാതിയും ഋതുവും തിരിച്ചറിയുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകളിൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ സേതുവിന് ഒരിക്കലും ആ ഒരു സങ്കടം മാറാനായിട്ട് പറ്റുന്നില്ല. അത്രത്തോളം ഹരിയെ ഉപദ്രവിച്ച് അത്രത്തോളം വേദനിപ്പിച്ചാണ് എല്ലാവരും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. പക്ഷേ ഹരി ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഹരിയുടെ നന്മയും പൂർണിമാമ തിരിച്ചറിഞ്ഞു. ഹരിയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാമെന്ന് അവിടെ പറഞ്ഞുവെങ്കിൽ പോലും പൂർണിമാമ സേതുവിനോട് പറഞ്ഞുവെങ്കിൽ പോലും സേതു തന്നെ വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ സേതുവിന് എത്രത്തോളം ഹരിയെ ഇഷ്ടമുണ്ട് എന്ന് പൂർണിമാമയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഒരുമാതിരി ശോകം അടിച്ച് എന്തോ കളഞ്ഞു പോയ ഒരു സങ്കടം കൊണ്ട് സേതു ഇവിടെ നടക്കുന്നതും ഭക്ഷണമൊന്നും നേരെ ചൊവ്വ കഴിക്കാത്തത് എന്നെല്ലാം പൂർണിമാമയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് പൂർണിമ സേതുവിന് വേണ്ടിയിട്ടുള്ള ആഹാരം കൊണ്ടുവന്നതാണ്. എന്നിട്ട് സേതുവിന് കൊടുത്തപ്പോൾ സേതു വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പൂർണിമ തന്നെ പറയുവാണ്, ഞാൻ വാരിത്തരാം. ഒരിക്കലും ഈ വീട്ടിലെ ആഹാരം കഴിക്കാതെ പട്ടിണി നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എല്ലാവരും ഭക്ഷണം കഴിക്കണം, എൻ്റെ ഇഷ്ടം അതാണ്. അതുകൊണ്ട് സേതുവിന് ഞാൻ വാരിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് സേതുവിന് വാരിക്കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സേതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം തൻ്റെ അമ്മ തന്നെ ഇങ്ങനെ നോക്കണമെന്നും തനിക്ക് ഭക്ഷണമൊക്കെ വാരിത്തരണം എന്നൊക്കെ സേതു ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ അത് സാധിക്കാത്ത ആ ഒരു സങ്കടം ഇപ്പോഴും സേതുവിൻ്റെ മനസ്സിലുണ്ട്. അത് പൂർണിമാമയോട് പറഞ്ഞപ്പോൾ പൂർണിമ തന്നെ പറയുവാണ്, നിനക്ക് അമ്മയായിട്ട് ഞാനുണ്ട്. ഒന്നല്ല, രണ്ടമ്മമാരുണ്ട്. ഒന്ന് ലക്ഷ്മിയും ഒന്ന് ഞാനും. എന്തായാലും ഉറപ്പായിട്ടും ലക്ഷ്മി തിരിച്ചു വരും. എനിക്ക് ആ ഒരു ഉറപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ലക്ഷ്മി എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് നിന്റെ അരികിലേക്ക് ലക്ഷ്മി വരുന്ന ഒരു ദിവസം കാണും. അന്ന് നിനക്കും ഒരുപാട് സന്തോഷം തോന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ പല്ലവി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്താണ് തൻ്റെ അമ്മ അവിടോട്ട് ഓപ്പോസിറ്റായിട്ട് നടന്നു പോകുന്നത് പല്ലവി ശ്രദ്ധിച്ചത്. അപ്പോൾ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി പിറകെ ഓടിപ്പോവാണ്. പക്ഷേ അവിടെ പല്ലവിയുടെ അമ്മ ശോഭ അത് ശ്രദ്ധിച്ചില്ല. ശോഭ മറ്റൊരാൾക്ക്, രാധ എന്ന് പറയുന്ന ഒരാൾക്ക് താൻ തയ്ച്ച ആ ഒരു ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാധ ആ ഒരു ഡ്രസ്സ് മേടിച്ചു. എന്നിട്ട് ഇപ്പോൾ ശോഭ ആ ഡ്രസ്സ് കൊണ്ടുവരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ശോഭ പറയുന്നുണ്ട്, ഞാനിപ്പോൾ പൈസ ചോദിച്ചില്ലല്ലോ. കാരണം രാധയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. മകളിപ്പോൾ പ്രസവത്തിന് വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരുമല്ലേ, അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും തരേണ്ട ആവശ്യമില്ല. ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം, എന്തായാലും എനിക്ക് ഇതിൻ്റെ പൈസ തരണ്ട എന്നൊക്കെ ശോഭ പറയുന്നുണ്ട്. അപ്പോൾ പല്ലവി ഈ സമയത്ത് മറ്റൊരു സൈഡിൽ മാറി നിന്ന് അവർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശോഭയോട് തന്നെ രാധ ചോദിക്കുവാണ്, മോളുടെ കാര്യം എന്തായി, ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്, ഭയങ്കര കഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ അഭിമാനത്തോടു കൂടി തന്നെ ശോഭ പറയുവാണ്, അവളിപ്പോൾ ധൈര്യത്തോടുകൂടി ഇത്രയും പ്രശ്നങ്ങൾ നേരിടാനായിട്ട് പഠിച്ചു. ശരിയാണ്, അവൾക്ക് വലിയൊരു തകർച്ച തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷെ ആ തകർച്ചയിൽ നിന്നും അവൾ എഴുന്നേൽക്കാനായിട്ട് അവൾ ശ്രമിച്ചു. ഡിവോഴ്സിന് വേണ്ടിയിട്ട് അവൾ ഒറ്റയ്ക്ക് പോരാടി സ്വന്തം കാലിൽ അധ്വാനിച്ച് തന്നെയാണ് ഇപ്പോൾ അവൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും എനിക്ക് അവളിൽ അഭിമാനമുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ മാറണം, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ എങ്ങനെ ഫേസ് ചെയ്യണം, ആ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ഒരു അറിവ് ഇന്നത്തെ തലമുറയ്ക്കില്ല. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം അങ്ങനെയാണ്. ഇതിപ്പോൾ അല്ലാതെ തന്നെ ഇന്നത്തെ സമൂഹത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ തരണം ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കത്തില്ല. അതിന് മറിച്ച് അയ്യോ ഇനി എന്ത് ചെയ്യും, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ഡിപ്രഷൻ അടിച്ച് അവസാനം ഒന്നെങ്കിൽ ഒരു വലിയൊരു രോഗാവസ്ഥയിലോട്ട് ചെന്നെത്തും. ഇല്ല എന്നുണ്ടെങ്കിൽ അവസാനം ഡിപ്രഷനിലൂടെ ആത്മഹത്യക്കോ എന്തെങ്കിലും നമ്മൾ തന്നെ തുണിയും. അങ്ങനത്തെ ആ ഒരു അവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അത് എന്തായാലും അങ്ങനെ അതിൽ നിന്നും മാറണം. അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളും കൊടുക്കണം. എന്നിട്ട് ആ ഒരു തലമുറയെ നല്ലൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് തരണം ചെയ്യാനായിട്ട് അവർക്ക് തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു ക്ലാസ്സുകളും കൂടി ഇപ്പോൾ വരണം എന്നൊക്കെ ശോഭ പറയുവാണ്. എന്നാൽ തൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. പല്ലവിക്ക് ഒരുപാട് അഭിമാനം തോന്നി. അമ്മയെ എന്നോട് ദേഷ്യത്തിലായിരിക്കും എന്നാണ് പല്ലവി വിചാരിച്ചിരുന്നത്. പക്ഷേ അമ്മയ്ക്ക് ഒരിക്കലും എന്നോട് ദേഷ്യമില്ല എന്നുള്ളൊരു സത്യം പല്ലവി തിരിച്ചറിഞ്ഞു. ശോഭ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് പല്ലവി പിറകെ പോയതിനു ശേഷം ശോഭയെ വിളിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് തൻ്റെ അമ്മയെ കണ്ടതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അങ്ങനെ ഒന്നുമില്ല എന്ന് ഞാനും മനസ്സിലാക്കി. അങ്ങനെ സന്തോഷത്തോടുകൂടി അവരുടെ ആ ഒരു സന്തോഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. എന്തായാലും ഇതൊന്നും അറിയാതെ ഈ ഒരു സമയത്ത് ഇന്ദ്രൻ എങ്ങനെ പല്ലവിയെ ഡിവോഴ്സിൽ നിന്നും പിന്തിരിപ്പിക്കാം, പല്ലവിക്ക് എങ്ങനെ ഒരു തോൽവി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനും ഇന്ദ്രന്റെ വക്കീലായ കാട്ടൂരാനും അമ്മ രാജലക്ഷ്മിയൊക്കെ കൂടി ഒരു ഗൂഢാലോചന നടത്തുവാണ്. അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും പല്ലവി ഈ ഒരു ഡിവോഴ്സ് കേസിൽ തോൽക്കണം, എന്നിട്ട് എനിക്ക് വിധി സാധകമായിട്ട് വരണം എന്നൊക്കെ കാട്ടൂരാനോട് പറഞ്ഞപ്പോൾ എന്തായാലും കീഴ്ക്കോടതിയിൽ അവർ അപ്പീലിന് പോയിട്ടുണ്ട്. എന്തായാലും മേൽക്കോടതിയിൽ നിന്നും അവർക്ക് തീർപ്പ് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാട്ടൂരാൻ ഈ ഒരു കേസ് തോൽക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് വെച്ചപ്പോൾ രാജലക്ഷ്മിയോട് പറഞ്ഞ് ഇന്ദ്രൻ തന്നെ കുറച്ച് പൈസ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുവാണ്. അങ്ങനെ രാജലക്ഷ്മി പൈസ എടുക്കാൻ പോയ തക്കത്തിന് ഇന്ദ്രൻ വക്കീലിനോട് പറഞ്ഞത് ഈ ഒരു കേസ് ഈ ഒരു കേസിൽ നിന്നും പല്ലവി പിന്തിരിയണം, അത് മാത്രമേ എനിക്കുള്ളൂ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എനിക്ക് ജയം നേടിത്തരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജലക്ഷ്മി പൈസ കൊണ്ടുവന്ന് കാട്ടൂരാൻ സന്തോഷത്തോടു കൂടിയാണ് വാങ്ങുന്നത്. എന്തായാലും എങ്ങനെയൊക്കെ വന്നാലും ഞാൻ ഇന്ദ്രന് തന്നെ ഇത് വിജയം ഞാൻ നേടി തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ അവർ ഇറങ്ങിപ്പോയി. ഇതിന് പിന്നാലെ തന്നെ ഇന്ദ്രൻ നേരെ നിഖിലിനെ വിളിക്കുവാണ്. എന്നിട്ട് അച്ചുവിനെ കുട്ടി നീ പുറത്ത് ഡേറ്റ് ഒന്നും പോയില്ലേ, വിവാഹം ഈ നിശ്ചയമൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ എന്താ കുഴപ്പം, നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ, ആ ഒരു കെട്ടാൻ പോകുന്ന പെൺകുട്ടിയായിട്ട് പുറത്ത് കറങ്ങാനൊക്കെ പോകണം, അപ്പോഴേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ അവളെ കൊണ്ട് പുറത്ത് കറങ്ങാൻ പോകണം എന്നൊക്കെ ഇന്ദ്രൻ ഓർഡർ ഇടുവാണ്. നിഖിൽ ഓ ശരി എന്നൊക്കെ പറഞ്ഞു, ഓക്കെ ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ നിഖിലിന്റെ യഥാർത്ഥ സ്വഭാവം തനിനിറം എന്താണെന്ന് ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സമയത്ത് സേതു സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുമ്പോൾ ഋതു ഇറങ്ങി വന്നതിന് ശേഷം പോകാൻ നേരത്ത് പൂർണിമ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ ഋതുവിനെ വഴക്ക് പറയാണ്. എന്നാൽ ജോലിയൊക്കെ എല്ലാം ഓക്കെയാണ്, നീ ബിസിനസ്സാണ് ചെയ്യുന്നത്, എല്ലാം ശരിയാണ്, പക്ഷേ അതിനൊപ്പം തന്നെ ആരോഗ്യവും നോക്കണം എന്ന് പറയുമ്പോൾ സേതും അത് തന്നെ പറഞ്ഞു. അമ്മ പറഞ്ഞത് ടെക്സ്റ്റൈൽസിൽ നീ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ നീ അതിൻ്റെ കൂടെ ആരോഗ്യം കൂടി നോക്കണം എന്നൊക്കെ പറയുവാണ്. എന്നാൽ അവിടെയും സേതുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഋതു ശ്രമിച്ചത്. അങ്ങനെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. സന്തോഷത്തോടു കൂടി സേതു ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചു വന്ന് സേതുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിഖിലിന്റെ കോള് വരുന്നത്. അപ്പോൾ നിഖിൽ വിളിച്ചിട്ട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് പുറത്ത് കറങ്ങാൻ പോകണം, ഇനി എന്തായാലും നമ്മൾ കുറേ ദിവസം ആയില്ലേ നേരിട്ട് കണ്ടിട്ട്, അതുകൊണ്ട് ഞാൻ സ്ഥലം മെസ്സേജ് അയക്കാം, അവിടേക്ക് വന്നാൽ മതി എന്ന് അച്ചുവിനോട് പറയുവാണ്. പക്ഷെ എന്നിട്ട് അച്ചു തിരിച്ച് പറ്റത്തില്ല എന്ന് പറയുന്നതിന് മുന്നേ തന്നെ നിഖിൽ കോൾ കട്ട് ചെയ്തു. എന്നാൽ നിഖിൽ എന്തിനാണ് വിളിച്ചത് എന്ന് സേതുവിന് മനസ്സിലായി. അപ്പോൾ അച്ചു പോയിട്ട് വാ, എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനല്ലേ വിളിച്ചത്, അതുകൊണ്ട് നീ പോകുന്നത് നല്ലതാണ് എന്നൊക്കെ സേതു പറയുമ്പോൾ പൂർണിമയ്ക്ക് അത് ഒട്ടും യോജിക്കാൻ പറ്റിയില്ല. വിവാഹത്തിന് മുന്നേ അങ്ങനെ കാണുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയിലാണ് പൂർണിമ. എന്നാൽ അച്ചു ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞാനും കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ പൂർണിമയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, എന്തായാലും നിഖിലിന്റെ തനിനിറം എന്താണ് എന്ന് ഇതുവരെ പൂർണിമയോ കുടുംബമോ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അത് തിരിച്ചറിയുമ്പോഴായിരിക്കും അടുത്ത പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.